നമസ്കാരം. ബ്രിട്ടനിലെ ജനങ്ങൾ ഇപ്പോൾ രാജകുമാരനെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയാണ്. ഇന്ന് ഒരു നിർണായകമായ അഭിമുഖം കൂടിയുണ്ട്. ആ അഭിമുഖം BBC സംപ്രേഷണം ചെയ്യുന്നതോടെ രാജ്യത്ത് എന്താണ് നടക്കാൻ പോകുന്നത്, അതായത് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരനെതിരെ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമാകും. ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരന് ഇപ്പോൾ രാജാധികാരങ്ങളോ മറ്റാനുകൂല്യങ്ങളോ ഇല്ല എന്ന് തന്നെ പറയാം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചു അതുതന്നെയാണ് എല്ലാത്തിനും കാരണം. രാജകുമാരനെതിരെ ഇപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. ജനരോഷം അതിരുവിട്ടതോടെയാണ് ആൻഡ്രൂവിനെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി രാജകീയ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയതായി ബ്രിട്ടീഷ് രാജ്ഞി തന്നെ അറിയിച്ചത്. പ്രതിവർഷം കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചിരുന്ന 2.49 ലക്ഷം പൗണ്ടിന്റെ ആനുകൂല്യം നഷ്ടമാകുന്നതോടൊപ്പം പ്രമുഖ കമ്പനികളും സംഘടനകളും ബഹിഷ്കരണ ഭീഷണിയുമായി രംഗത്തുള്ളതും രാജകുമാരനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ബാലപീഡനത്തിന് കുപ്രസിദ്ധിയാർജിച്ച US കോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീൻ വിചാരണ നേരിടവേ ജയിലിൽ വെച്ച് മരണമടഞ്ഞിരുന്നു. അയാളുമായുള്ള ബന്ധം BCCക്ക് അനുവദിച്ച അഭിമുഖത്തിൽ യാക് പ്രഭു ആൻഡ്രൂ രാജകുമാരൻ തുറന്നു സമ്മതിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകാൻ തുടങ്ങിയത്. ബാലപീഡകൻ എപ്സ്റ്റീനെതിരെ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയ വെർജീനിയ റോബർട്ട്സ് ജെഫ്രെ എന്ന 35-കാരി ആൻഡ്രൂ രാജകുമാരനെതിരെയും ഇപ്പോൾ നിലപാട് കടുപ്പിച്ച് രംഗത്തുണ്ട്. അതുതന്നെയാണ് രാജകുമാരനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതും. ഈ വിവാദ അഭിമുഖം ഡിസംബർ 2 ബ്രിട്ടീഷ് സമയം തിങ്കളാഴ്ച രാത്രി 9 BCC സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആൻഡ്രൂ 3 തവണ തന്നെ പീഡിപ്പിച്ചു എന്നാണ് വെർജീനിയ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ 2 തവണ പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് പീഡിപ്പിച്ചതെന്നും അവർ അഭിമുഖത്തിന്റെ ട്രെയിലറിൽ വ്യക്തമാക്കിയിരുന്നു. BCC സംപ്രേഷണം ചെയ്യുന്ന വെർജീനിയയുടെ 4ാമത്തെ അഭിമുഖത്തിന്റെ ടീസറാണ് ആൻഡ്രൂ രാജകുമാരനെയും ബക്കിംഗ്ഹാം കൊട്ടാരത്തെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വരുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ രാജകുമാരന്റെ പേര് പറഞ്ഞാണ് ഇരകളെ കണ്ടെത്തിയതെന്നും 2010 മറ്റൊരു ബാലപീഡന കേസിൽ ജയിൽ മോചിതനായ എപ്സ്റ്റീനെ രാജകുമാരൻ സന്ദർശിച്ചു എന്ന വിവരങ്ങളും നിർണായക വിവരങ്ങളും പുറത്തു വന്നിരുന്നു. തന്നെ ലൈംഗിക അടിമയാക്കി ഉപയോഗിച്ച എപ്സ്റ്റീൻ ഉന്നത സുഹൃത്തുക്കൾക്കായി തന്നെ കാഴ്ചവച്ചു എന്നും വെർജീനിയ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. 2001-ലും 2002-ലും 3 തവണ എപ്സ്റ്റീന്റെ നിർബന്ധത്തിന് വഴങ്ങി രാജകുമാരനുമായി താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും വെർജീനിയ റോബർട്ട്സിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. 2001-ൽ 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് തനിക്ക് വിധേയയാകേണ്ടി വന്നതെന്നും വെർജീനിയ വെളിപ്പെടുത്തുന്നുണ്ട്. 2001 മാർച്ച് 10 ലണ്ടൻ ടോപ്പ് നൈറ്റ് ക്ലബിൽ രാജകുമാരനെ കണ്ടുവെന്നും അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുമുള്ള വെർജീനിയയുടെ വെളിപ്പെടുത്തൽ ആൻഡ്രൂ രാജകുമാരൻ ആദ്യം തള്ളുകയാണ് ചെയ്തത്. മാർച്ച് 10 ലണ്ടൻ ടോപ്പ് നൈറ്റ് ക്ലബിൽ താൻ എത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു. മകൾ ബിയാട്രീസ് രാജകുമാരിക്കൊപ്പമുള്ള വോക്കിങ്ങിലെ പിസ എക്സ്പ്രസിലായിരുന്നു എന്നായിരുന്നു രാജകുമാരന്റെ അന്നത്തെ വാദം. നൈറ്റ് ക്ലബിൽ തനിക്ക് വോഡ്ക പകർന്നു നൽകുമ്പോൾ ആൻഡ്രൂ വല്ലാതെ വിയർത്തിരുന്നുവെന്ന വിർജീനിയയുടെ വാദത്തെ യുദ്ധത്തിൽ വെടിയേറ്റതിന് ശേഷമുണ്ടായ അഡ്രിനാലിൻ ഓവർഡോസ് മൂലം താൻ വിയർക്കാറില്ല എന്ന തൊടുന്യായം കൊണ്ടാണ് ആൻഡ്രൂ നേരിട്ടത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും ജെഫ്രിക്കൊപ്പം സൗഹൃദം സൂക്ഷിച്ചതും അയാളുടെ വസതിയിൽ അന്തിയുറങ്ങിയതും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതായി കുറ്റസമ്മതം നടത്തിയെങ്കിലും ജനരോഷം ഒരു കാരണവശാലും ഇതുകൊണ്ട് ശമിപ്പിക്കാൻ കാരണമായില്ല. ജെഫ്രി എപ്സ്റ്റീന്റെ ഇടനിലക്കാരി ജെസീൻ മാക്സ്വെൽ തന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ആൻഡ്രൂ രാജകുമാരന്റെ ചിത്രം പുറത്തുവിട്ടാണ് രാജകുമാരനെതിരെയുള്ള നീക്കം വെർജീനിയ ശക്തമാക്കിയത്. എന്നാൽ ചിത്രം വ്യാജമാണ് എന്നായിരുന്നു രാജകുമാരന്റെ വാദം. ആ യുവതിയെ താൻ കണ്ടിട്ടില്ല എന്നും ആൻഡ്രൂ രാജകുമാരൻ ആണയിട്ട് പറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ രാജകുടുംബങ്ങൾ പ്രതികരിക്കുന്നത് തന്നെ അസാധാരണമായ സംഭവമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തുടരെയുള്ള ഈ ന്യായീകരണങ്ങൾ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള സൗഹൃദത്തിൽ തനിക്ക് ഖേദമില്ല എന്നും BCC അഭിമുഖത്തിൽ പറഞ്ഞതോടെയാണ് എലിസബത്ത് രാജ്ഞിയുടെ 2ാമത്തെ മകനും 59-കാരനുമായ രാജകുമാരൻ ഈ ഒരു വിവാദങ്ങളിലെല്ലാം പെടുന്നത്. വിവാദത്തോടെ എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൽ ഖേദിക്കുന്നുവെന്നും ഇരകളായ പെൺകുട്ടികളോട് സഹതപിക്കുന്നുവെന്നും ആൻഡ്രൂ രാജകുമാരൻ പ്രസ്താവനയിൽ വ്യക്തമാക്കിയെങ്കിലും ജനരോഷം ശക്തമായതിനാലാണ് രാജ്ഞി ഔദ്യോഗിക പദവികളും ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.